Guys, welcome to our channel My Physiomate. എൻ്റെ പേര് ഡോക്ടർ രാഹുൽ, കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ്, അൽസലാം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ബഹ്റൈൻ. സോ നമ്മൾ ഇന്നിവിടെ ഒരു പുതിയ ചാനൽ ലോഞ്ച് ചെയ്യാണ്. എന്താണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം? ഇന്നിപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം വിരൽത്തുമ്പിലാണ് കിട്ടുക. സോ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ, ഇതിൻ്റെ ഒരു പാർശ്വഫലം എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്യും. നമ്മൾക്ക് അതിൻ്റെ ഒരു ഡയഗ്നോസിസ് ഗൂഗിളിൽ തരും, നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സെർച്ച് ചെയ്യും, സെൽഫ് ട്രീറ്റ്മെൻറ്റ് എടുക്കും. നമ്മൾ ഫൈനലി വീണ്ടും കണ്ടീഷൻ വഷളാവും, നമ്മൾ വീണ്ടും ഒരു കൺസൾട്ടൻ്റെ അടുത്തേക്ക് പോകും. സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം. ഫിസിയോ റിലേറ്റഡ് ആയിട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് വരുന്ന കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ നീ പെയിൻ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി വീഡിയോസിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇത്തരത്തിൽ ഒത്തിരി ആൾക്കാർ അത്തരത്തിൽ വീഡിയോസ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് അസസ്മെൻ്റ് എടുത്ത് അതിനെ ഡയഗ്നോസിസ് ചെയ്ത് വേണം നിങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഫിസിയോ റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ചാനൽ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് നമ്മളൊരു ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഡെയിലി ഓരോ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് കൂടാതെ അതിന് പുറമേ നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന ഡൗട്ടുകളോ കാര്യങ്ങളോ നിങ്ങൾ മെൻഷൻ ചെയ്ത് കമൻറ്റിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓരോ ദിവസം ഓരോ ടോപ്പിക് വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. സോ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോകാം. സോ വെൽക്കം ടു അവർ ചാനൽ മൈ ഫിസിയോമേറ്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലോ ബാക്ക് പെയിൻ. എന്തുകൊണ്ട് ലോ ബാക്ക് പെയിൻ? എന്തുകൊണ്ട് ലോ ബാക്ക് പെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു റീസെൻ്റ്ലി നമ്മുടെ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒത്തിരി പേര് ലോ ബാക്ക് പെയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ്, എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ വീഡിയോസ് ചെയ്യുന്നത് കാണാൻ കഴിയും. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് പോപ്പുലേഷനും ഇപ്പോൾ ലോ ബാക്ക് പെയിൻ അഫക്റ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഒത്തിരി ലോ ബാക്ക് പെയിൻ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ എല്ലാം നമ്മൾ കണ്ടുവരുന്നത് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡിനകത്ത് നിന്നുകൊണ്ടാണ്. അതായത് ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എക്സസൈസ് വീഡിയോസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സസൈസ് എല്ലാം ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ, എത്രത്തോളം റിലയബിൾ ആണ് എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം ലോ ബാക്ക് പെയിനെ പറ്റി സംസാരിക്കുമ്പോൾ, എന്താണ് ലോ ബാക്ക് പെയിൻ? അതായത് നടുവേദന എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടുപ്പും നടുവും ചേർന്ന ഭാഗങ്ങളിലെല്ലാം വരുന്ന വേദനകളെല്ലാം നടുവേദനയായിട്ട് കണക്കാക്കും. ഇത്തരത്തിലുള്ള നടുവേദനകൾ എങ്ങനെയെല്ലാം ഒരാളിനെ അഫക്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ദൈനംദിന കാര്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. സോ ആൾക്കാർക്ക് ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും അതിൽ നിന്ന് റിക്കവർ ആവുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസിനൊക്കെ ഒത്തിരി റീച്ച് കിട്ടുന്നത്. സോ നമ്മൾ ലോ ബാക്ക് പെയിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ലോ ബാക്ക് പെയിൻ എത്ര തരത്തിലുണ്ട് എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. ലോ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് മെക്കാനിക്കൽ ലോ ബാക്ക് പെയിനും, മറ്റൊന്നെന്ന് പറയുന്നത് സ്ട്രക്ചറൽ ലോ ബാക്ക് പെയിനും. മെക്കാനിക്കൽ ലോ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് പറയാം. മെക്കാനിക്കൽ ലോ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പോസ്റ്റർ കൊണ്ടോ നിങ്ങളുടെ ശരീരത്തിൻ്റെ മസിലുകളുടെ സ്ട്രക്ചറിലുണ്ടാകുന്ന മസിലുകളുടെ പ്രോപ്പർട്ടീസിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടോ നിങ്ങൾക്ക് വരുന്ന ബാക്ക് പെയിനുകളിലാണ് നമ്മൾ മെക്കാനിക്കൽ ലോ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. മസിൽസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, മസിൽസിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് മസിൽസിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അതായത് മസിൽസിൻ്റെ ലെങ്ത്, മസിൽസിൻ്റെ സ്ട്രെങ്ത്, മസിൽസിൻ്റെ എൻഡ്യൂറൻസ്, അതായത് ആക്ടിവിറ്റി ചെയ്യാൻ ഒത്തിരി നേരം ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കാനുള്ള കഴിവ്, അതിൻ്റെ ടോൺ, ഇതെല്ലാമാണ് മസിൽസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മസിൽസിൻ്റെ പ്രോപ്പർട്ടീസ് ലോസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോസ്റ്ററോ എർഗണോമിക്സോ, അതായത് നിങ്ങൾ ഓഫീസിലൊക്കെ ഇരിക്കുന്ന രീതി ശരിയല്ല എന്നുണ്ടെങ്കിലോ, നിങ്ങളുടെ പോസ്റ്റർ നിങ്ങൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നടക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്ന പോസ്റ്റർ കറക്റ്റ് അല്ലാതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് അതിനെ ഒത്തിരി കാലം അങ്ങനെ പഴകിയത് കൊണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന തരത്തിലുള്ള ലോ ബാക്ക് പെയിനുകളെയാണ് നമ്മൾ മെക്കാനിക്കൽ ലോ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ ലോ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ, സ്ട്രക്ചറൽ ലോ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലുകൾക്കോ എല്ലുകളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്കുകൾക്കോ ഒക്കെ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ലോ ബാക്ക് പെയിൻ ആണ്. അതായത് നിങ്ങളുടെ സന്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന ലോ ബാക്ക് പെയിനാണ് നമ്മൾ സ്ട്രക്ചറൽ ലോ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. അതായത് അത്തരത്തിലുള്ള ലോ ബാക്ക് പെയിനിന് എന്തെങ്കിലും ഡാമേജസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാം. അതായത്
നട്ടലിൻ്റെ തേയ്മാനം, അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്കിൻ്റെ ബൾജ്, അതല്ലാന്നുണ്ടെങ്കിൽ നട്ടലിൻ്റെ സ്ലിപ്പ്, അതായത് തെന്നിപ്പോകൽ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കണ്ടീഷൻസ്. അത്തരത്തിലുള്ള കണ്ടീഷൻസ് കൊണ്ട് നമുക്ക് വരുന്ന ലോ ബാക്ക് പെയിനാണ് നമ്മൾ സ്ട്രക്ചറൽ ലോ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. ഈ രണ്ട് തരത്തിലുള്ള ലോ ബാക്ക് പെയിനുകളും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ആദ്യം നമുക്ക് മെക്കാനിക്കൽ ലോ ബാക്ക് പെയിനെ പറ്റി സംസാരിക്കാം. മെക്കാനിക്കൽ ലോ ബാക്ക് പെയിൻ ആണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് മസിൽസിൻ്റെ ബലക്ഷയമോ, അതായത് കോർ മസിൽസ് എന്ന് പറയും. കോർ മസിൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വയറിൻ്റെ ഭാഗത്ത് കിടക്കുന്ന മസിൽസ്, നടുവിൻ്റെ ഭാഗത്ത് കിടക്കുന്ന മസിൽസ്, വയറിൻ്റെ അടിഭാഗത്ത് വരുന്ന മസിൽ, പെൽവിക് ഫ്ലോർ മസിൽ എന്ന് പറയും. അത്തരത്തിലുള്ള മസിലുകൾ, നിങ്ങളുടെ ഡയഫ്രം, അതായത് ശ്വാസകോശത്തിൻ്റെ അടിയിൽ വരുന്ന മസിൽ, ഇത്രയും മസിലുകൾ കൊണ്ട് കവർ ചെയ്തതിനെയാണ് നമ്മൾ കോർ മസിൽസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള നിങ്ങളുടെ അബ്ഡോമിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് നിങ്ങളെ എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തമാക്കുന്ന മസിലുകൾ, നിങ്ങളുടെ സ്റ്റെബിലിറ്റി, സ്റ്റാൻഡിങ് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മസിലുകൾക്ക് ഉണ്ടാവുന്ന ബലക്ഷയം, അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന ബാക്ക് പെയിനുകളെ നമുക്ക് മെക്കാനിക്കൽ ബാക്ക് പെയിനിൽ പെടുത്താം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽസിൻ്റെ ടൈറ്റ്നസ്, നിങ്ങളുടെ ശരീരത്തിൻ്റെ പുറകിൽ കിടക്കുന്ന മസിലുകൾ, അതായത് നട്ടലിൻ്റെ ഭാഗത്ത് വരുന്ന മസിലുകൾ, അത്തരത്തിലുള്ള മസിലുകൾ നിങ്ങൾ ഒത്തിരി നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളോ അല്ലെന്നുണ്ടെങ്കിൽ ഓവർ സ്ട്രെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരാളോ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മസിലുകൾക്ക് ടൈറ്റ്നസ്, അതായത് മസിലുകളുടെ സ്വാഭാവിക നീളത്തിൽ നിന്നും അതിൻ്റെ നീളം കുറഞ്ഞ് അത് ചുരുങ്ങിപ്പോകുന്നതിനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള മസിലുകൾ ചുരുങ്ങിപ്പോകുന്നത് കൊണ്ടോ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ബാക്ക് പെയിൻ വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ വരുന്ന ബാക്ക് പെയിനുകളെയും നമ്മൾ മെക്കാനിക്കൽ ബാക്ക് പെയിനിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതിൽ ഏതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് ചെയ്യുന്നതാണ് നമ്മുടെ മെക്കാനിക്കൽ ലോ ബാക്ക് പെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ മസിൽസിൻ്റെ സ്ട്രെങ്ത് കുറവാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബാക്ക് പെയിൻ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് ചെയ്യാം. അത്തരത്തിൽ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ പ്ലെയിനായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു ലോഡ് ചെയ്തിട്ടുള്ള എക്സസൈസുകളൊന്നുമല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത് ഏതാണ് എന്നുള്ളത് ആദ്യം അസസ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ബോഡി വെയ്റ്റിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ മസിൽസിന് ഉണ്ടാവണം എന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വെയിറ്റ് അൺലോഡഡ് ആയിട്ടുള്ള എക്സസൈസ്, അതായത് ഗ്രാവിറ്റി അസിസ്റ്റഡ് ആയിട്ടുള്ള എക്സസൈസുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അതായത് കിടന്നുകൊണ്ടുള്ള എക്സസൈസുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പതിയെ ബോഡി വെയിറ്റ് ലോഡ് ചെയ്ത് പ്രോഗ്രസീവ് ആയിട്ടുള്ള എക്സസൈസ് ട്രെയിനിങ്ങിലേക്ക് പോകും. അത് എക്സസൈസ് ട്രെയിനിങ്ങിൻ്റെ ഒരു പാർട്ട്. അത് നിങ്ങളുടെ മസിൽസിൻ്റെ വീക്ക്നെസ്സിനനുസരിച്ച് ഏതാണോ നിങ്ങളുടെ മസിൽസിൻ്റെ വീക്ക്നെസ്സിൻ്റെ സ്കോർ അതിനനുസരിച്ച് വേണം നിങ്ങൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലാതെ എല്ലാ പേർക്കും എല്ലാ എക്സസൈസും സ്യൂട്ടബിൾ ആയിരിക്കും. ഓരോ ഇൻഡിവിജ്വലിനും ഓരോ മസിൽ റെയിൻ പവർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് ഓരോരുത്തരുടെയും അസസ്മെൻറ്റിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ എക്സസൈസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇനി മസിൽസിൻ്റെ ടൈറ്റ്നസ് കൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നത് എന്നുണ്ടെങ്കിൽ മസിൽസിൻ്റെ ഈ ടൈറ്റ്നസ് റിലീവ് ചെയ്യാതെ നിങ്ങൾ ഈ മറ്റ് എക്സസൈസുകളൊന്നും ചെയ്തതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറില്ല. സോ നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് മസിൽസിൻ്റെ ടൈറ്റ്നസ്, ഏത് മസിലിനാണോ നിങ്ങൾക്ക് ടൈറ്റ്നസ് ഉള്ളത് ആ മസിൽസിൻ്റെ ടൈറ്റ്നസ് റിലീവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള മസിൽസ് ടൈറ്റ്നസ് റിലീവ് ചെയ്യുന്നതിനുള്ള പെർട്ടിക്കുലർ സ്ട്രെച്ചിങ് എക്സസൈസ്, എല്ലാ സ്ട്രെച്ചിങ് എക്സസൈസും എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. ചില ആൾക്കാർക്ക് ചില മസിൽസ് മാത്രമേ ടൈറ്റ് ഉണ്ടാവുള്ളൂ, ചില ആൾക്കാർക്ക് 2-3 മസിൽസ് ടൈറ്റ്നസ് ഉണ്ടാവാം. അപ്പോൾ ഏത് മസിൽസിനൊക്കെയാണോ ടൈറ്റ്നസ് ഉള്ളത് അത് അസസ് ചെയ്തതിന് ശേഷം ആ മസിൽസിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ട്രെച്ചിങ് കൊടുത്താൽ മാത്രമേ കൃത്യമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ മെക്കാനിക്കലായിട്ടുള്ള നിങ്ങളുടെ പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അഡ്രസ്സ് ചെയ്ത് അത്തരത്തിലുള്ളതിനെ റിലീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ബാക്ക് പെയിൻ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഇത്തരത്തിലുള്ളതിന് നമ്മൾ മറ്റ് ഇലക്ട്രിക്കൽ മൊഡാലിറ്റീസിൻ്റെ ഒന്നും ആവശ്യം നമ്മൾ അധികം വരുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻഫ്ലമേഷൻ ഉണ്ട് നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഈ ടൈറ്റ്നസ് കൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മസിൽസിൻ്റെ വീക്ക്നെസ് കൊണ്ടോ ഓവർലോഡ് ചെയ്തിട്ട് സ്ട്രെയിൻ ആയിട്ട് ഏതെങ്കിലും പോർഷൻ ഒരു സ്ട്രെയിൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും മറ്റ് മൊഡാലിറ്റീസ് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള എക്സസൈസ് തെറാപ്പിയിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് റിലീവ് ചെയ്യാവുന്നതാണ്. പക്ഷേ അപ്പോഴും നിങ്ങളുടെ എക്സസൈസ് തെറാപ്പി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ യുവർ മസിൽ സ്ട്രെങ്ത്, മസിൽ പവർ, മസിൽ ടൈറ്റ്നസ്, മസിൽ ലെങ്ത്. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ
മെക്കാനിക്കൽ ബാക്ക് പെയിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി സ്ട്രക്ചറൽ ബാക്ക് പെയിൻ ആണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ കണ്ടീഷൻ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് ഡിസ്ക് ബൾജ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് തന്നെ 2 തരത്തിൽ വരാം. ഒന്ന് ആൻറ്റീരിയർ ഡിസ്ക് ബൾജ് വരാം, പോസ്റ്റീരിയർ ഡിസ്ക് ബൾജ് വരാം. ആൻറ്റീരിയർ ഡിസ്ക് ബൾജ് ആണ് നിങ്ങൾക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ ചില തരത്തിലുള്ള, അതായത് നിങ്ങൾ പുറകിലേക്ക് മലർന്നുകൊണ്ട് ചെയ്യുന്ന തരത്തിലുള്ള എക്സസൈസുകളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലായിരിക്കും. അതേപോലെ തന്നെ പോസ്റ്റീരിയർ ഡിസ്ക് ബൾജ് ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് ആഞ്ഞുകൊണ്ട് ചെയ്യുന്ന എക്സസൈസുകളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലായിരിക്കും. അത് നിങ്ങളുടെ കണ്ടീഷൻ ഡിപ്പെൻഡഡ് ആണ്. നിങ്ങളുടെ കണ്ടീഷൻ ഏതാണോ, നിങ്ങളുടെ വിത്ത് ദ സപ്പോർട്ട് ഓഫ് നമുക്കിപ്പം MRI എക്സ്റേയോ അങ്ങനെ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എവിഡൻസിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സ്ട്രക്ചറൽ ബാക്ക് പെയിൻ ആണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും, നിങ്ങളുടെ സ്ട്രക്ചറൽ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും. അതിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഈ ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം ഉണ്ടായത് കൊണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഈ ഒരു ഇൻഫ്ലമേഷനും പെയിനും റിലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ മൊഡാലിറ്റീസ് ആയിരിക്കും ആദ്യം അപ്ലൈ ചെയ്യുന്നത്. ആ ഇലക്ട്രിക്കൽ മൊഡാലിറ്റി അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്നൊരു നിങ്ങളുടെ ഒരു 60% ഓഫ് നിങ്ങളുടെ പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ റിലീവ് ആയതിനു ശേഷം എക്സസൈസിലേക്ക് കടക്കും. എക്സസൈസിലേക്ക് കടക്കുമ്പോൾ എക്സസൈസിൻ്റെ യൂസ് എന്ന് പറയുന്നത് അവിടെയും നമ്മൾ ലോഡഡ് എക്സസൈസ് ഒന്നും നമ്മൾ ആപ്ലിക്കബിൾ അല്ല. ലോഡഡ് എക്സസൈസ് എന്ന് പറയുന്നത് സ്പൈനിനെ വീണ്ടും ലോഡ് ചെയ്യുകയാണ്. ഈ കപ്പാസിറ്റി ഇല്ല, മസിലിന് അത്രത്തോളം ലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും അത്തരത്തിൽ നമ്മൾ വെയിറ്റ് ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇൻഫ്ലമേഷൻ വരും. എഗെയിൻ നിങ്ങൾ പഴയ സ്ഥിതിയിൽ തന്നെ ഒന്നുകൂടെ പോകും. അപ്പോൾ അത്തരത്തിൽ പോവാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സസൈസ് തരിക. അതായത് നിങ്ങളുടെ മസിൽസിനെ ഓൺ ബെഡിൽ തന്നെ അത്രയും സ്ട്രെങ്ത് ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളെ സ്റ്റാൻഡിങ്ങിലുള്ള എക്സസൈസിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇലാബറേറ്റ് ആയിട്ട് പറയുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദ പേഷ്യൻ്റ് ആണ്. ഒരു പേഷ്യൻറ്റിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ, അവരുടെ മസിൽസിൻ്റെയും ബോൺസിൻ്റെയും ജോയിൻസിൻ്റെയും കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ലോ ബാക്ക് പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ തരത്തിലുള്ള എക്സസൈസുകളും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ഒരു മെഡിക്കൽ സൂപ്പർവിഷൻ്റെ ഹെൽപ്പോട് കൂടി അല്ലാണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏത് തരത്തിലുള്ള എക്സസൈസുകളും നിങ്ങളുടെ അണ്ടർലൈങ് ഡിസീസിനെ കൂടുതൽ അഗ്രവേറ്റ് ചെയ്തേക്കാം. സോ അത്തരത്തിലുള്ള റോങ് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു വെൽ മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്ത് നിന്നുള്ള ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ അത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാം. സോ നമ്മുടെ ബാക്ക് പെയിൻ്റെ ടോപ്പിക്ക് ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ബാക്ക് പെയിൻ ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഡോക്ടർ ഏതൊക്കെയാണ് എനിക്ക് ജനറലായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ്, എനിക്ക് പെട്ടെന്ന് ഇത് മാറാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടല്ലാണ്ട് എനിക്ക് എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ക്ലിനിക്കൽ സിംറ്റംസ് വെച്ചിട്ടോ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ മാനേഴ്സ് വെച്ചിട്ടോ ആയിരിക്കും നമ്മൾ എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിതിൽ കമൻറ്റ് ചെയ്യുന്ന ഒരാളുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ചാർട്ടിങ് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ നമുക്ക് എല്ലാവരും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒന്നോ രണ്ടോ പേരുടെ നമുക്ക് വേണമെങ്കിൽ ഒരു കേസ് ഡിസ്കഷൻ പോലെ നമുക്കത് എക്സസൈസ് സ്റ്റാർട്ടിങ് ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിംറ്റംസോ കാര്യങ്ങളോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഇതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണോ നിങ്ങൾക്കുള്ള ഡൗട്ട്സ്, കൺഫ്യൂഷൻസ് ഇതെല്ലാം കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി വയ്ക്കാൻ നമുക്ക് കൂടുതൽ വീഡിയോസ് വരുന്നതാണ്. നെക്സ്റ്റ് ഓരോ വീഡിയോയിലും നമുക്ക് കാണാം. അതുവരെ സൈനിങ് ഓഫ്.